അപ്പം ഇന്ന് നേരം വന്ന് ഞങ്ങൾ കുളൂക്ക് പോകാണ് ഗൈസ്. അപ്പം നമ്മുടെ ഡ്രൈവർ ജാസിം ജാംപിയാണ് കേട്ടോ ഇന്നത്തെ. ഇത് നമ്മുടെ കോ ഡ്രൈവർ. നമ്മൾ പാരാഗ്ലൈഡിങ് ചെയ്യാൻ പോകണം. നമ്മളെല്ലാവരും ചെയ്യാൻ പോകണ്ട പാരാഗ്ലൈഡിങ്. ഫസ്റ്റ് എത്രയാ വയസ്സ്? 27. എല്ലാവരുടെയും ഒപ്പ് ഞാൻ തന്നെ ഇതാണ് ഗൈസ്. എനിക്ക് എന്ത് വന്നിട്ടുണ്ട് ഉത്തരവാദിത്തം മൊത്തം പാത്തുമാണ് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഗൈഡർ ഗൈസ്. ജാസിം ചാമ്പിയെ എന്തോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ ഓഫ് റോഡ് മേലേക്ക് ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് മറ്റേ ഡ്രൈവറെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. നമ്മൾ ടീ കുടിക്കാൻ വിചാരിച്ചു. മണാലി സ്പെഷ്യൽ ടീ. അങ്ങനെ ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഞങ്ങൾ അവിടെ നിന്നാണ് ഗൈസ് ടീ കുടിച്ചത്. അപ്പം ഞങ്ങളെ ആക്കി തരാൻ വേണ്ടിയിട്ട്, റോഡ് ക്രോസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെ വന്നതാണ് കേട്ടോ ഗൈസ്. ഓക്കെ, നമുക്കപ്പം മേലേക്ക് പോകാം. ട്രക്കിങ്ങിൽ എന്തുവാ ഓഫ് റോഡ് ജീപ്പിലാണ് പോണ്ട്. ഒന്നും കൊടുത്തില്ലല്ലോ. അപ്പൊ നമ്മള് നേരെ എങ്ങോട്ടേക്ക് പോണ ചേട്ടാ? പാരാഗ്ലൈഡിങ് പോകാൻ വേണ്ടിട്ട് മേലേക്ക് ഓഫ് റോഡ് ജീപ്പിൽ പോകാം കേട്ടോ. ബൊലേറോ. അപ്പൊ ഇതാണ് നമ്മുടെ ബയ്യ. എനിക്ക് എന്തെടുക്കാനാണ്? അത് വട്ടം ചുറ്റിക്കാൻ പറയാനേ. ഞാൻ പറഞ്ഞോ, നിനക്കതാണ്. നീ കറങ്ങണ്ട, ഞാൻ കറങ്ങിക്കോളാം. അടിയാണ് ഗൈസ്, അടിയാണ്. മാത്തുവിന് ഫ്ലിപ്പ് അടിക്കണമെന്നും ഷാനുവിന് ഫ്ലിപ്പ് അടിക്കണ്ടെന്നും കൺഫ്യൂഷൻ ആണ് ഗൈസ്. മറ്റേ ഇങ്ങനെ നേഴ്സിംഗിന് ഫ്ലിപ്പിംഗ് ആണ് പഠിപ്പിക്കുന്നത്. അത് ശരി. ഗൈസ്, അപ്പൊ ഓൺ റോഡിൽ നമ്മൾ ഓഫ് റോഡ് കയറി തുടങ്ങി ഗൈസ്. ഇനി മൊത്തം കൊടുക്കമായിരിക്കും ഗൈസ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചെയ്യാൻ എന്താ ഭ്രാന്തുണ്ട്? ഇത്ര കഷ്ടപ്പെട്ട് നല്ല ഒരു റോട്ടിൽ നിന്ന് മേലേക്ക് കയറി ഇങ്ങനെ കുണ്ടുമൊഴിയും ഇടിയും തൊഴിയൊക്കെ കണ്ട് മേലെ കയറണം. പക്ഷെ അങ്ങനെ ജീവിതത്തിൽ കുറച്ചൊക്കെ ഭ്രാന്ത് വേണം അല്ലേ? ഇറങ്ങിക്കോ ഷോ, ഇവിടെ ഇറങ്ങിക്കോ. അപ്പം നമ്മൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പാരാഗ്ലൈഡിങ് ചെയ്യുന്ന സ്ഥലത്ത്
ये वाले ആദ്യം തന്നെ മിന്നും ജസലാണ് ട്ടോ പോണേ. തണുക്കിട്ടോ മക്കളെ. അപ്പൊ പിന്നെ നമ്മുടെ ടീമിൽ ആദ്യമായിട്ട് കടക്കാൻ പോണത് ഗൈസ്. ഗോപ്രോണല്ലേ മിന്നു? ഗോപ്രോണല്ലേ? ഓൾ ദി ബെസ്റ്റ് ഡി. ഞാൻ പോണ ഗൈസ്. ഒരു ഗോപ്രോ തന്നിട്ടുണ്ട് കേട്ടോ. ഹലോ ബ്രദർ കം. സോന അപ്പുറത്തെ സൈഡിൽ പോയി. ഞങ്ങൾ ഞാനും ബുദ്ധനും ഷാനും. ജസിന്റെ ഫോണ് കൊണ്ട പോക്കറ്റിൽ നമ്മൾ ഗോപ്രോ എടുക്കണ്ടേ. അപ്പൊ വീഡിയോ അതിനകത്ത് നമ്മളത് എടുക്കാം. നമ്മൾ ഫോണ് താഴ്ത്തേക്ക് ഷാനുവിന് പോകണ്ടോ. ഇതാണ് എന്റെ പൈലറ്റ്. ദലീല ഫാത്തിമ, ദലീല ഫാത്തിമ, സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പൊ നമ്മള് പാരാഗ്ലൈഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകട്ടെ. സോന സ്റ്റാറ്റസ് ഇടാനുള്ള തിരക്കിലാണ് ഗൈസ്. ഷാനുടെ പെട്ടെന്ന് തന്നെ വയ്യാണ്ടായി. നോക്കട്ടെ ഇന്നുവാ വരുന്നില്ല ഗൈസ്. ബാക്കിലുണ്ട്. ഞാൻ ഷാനുന്റെ മടിയിൽ നിൽക്കാം. വണ്ടിയിൽ സ്ഥലമല്ല. അയ്യോ മുടിയൊക്കെ മുറിച്ചിട്ടേ വരാൻ പാടുള്ളൂ നമ്മളൊക്കെ. മുടി വൻ ഓഫർ നമ്മളെവിടുന്നാണ് ഇറങ്ങിയത് അവിടെ തന്നെ വന്ന് തിരിച്ചു വന്നേക്കാണ്ട ഗൈസ്. ഇനി നമുക്ക് നേരെ കുളൂക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി അവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഇനി നമുക്ക് കുളൂല് വെച്ച് കാണാം ഗൈസ്. അപ്പം നമ്മൾ വണ്ടി തിരിച്ചു പോകുമ്പോൾ ഷാന് തന്നെയാട്ടോ ഓടിക്കുന്നത്. ഞാനേ സീൻ പിടിച്ചിട്ടാണെങ്കിലും ഷാൻ്റെ അടുത്തിരിക്കാം. രണ്ട് തന്നെ ഇരിക്കാം. മാറി ചെഞ്ചടേ. പാടായി പ്രോ ഡ്രൈവർ നമ്മളെ പുതിയ മെമ്പറാണ് ഗൈസ്. മണാലിയിൽ പോവാണ്, സ്കൂളിൽ പോവാണ്, റാഫ്റ്റിങ്ങിന് മണാലി കഴിഞ്ഞു. എല്ലാരും കിളി പോയിരിക്കാണ്. കിളി പോയി വയറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ? തെളിഞ്ഞ് റെഡി ആയിരിക്കാണ്. അടുത്ത കുളിയിലേക്ക് പോവാം. ഫർഹാൻ ബ്രോ. എന്റെ പേര് അമീർ കേട്ടോ. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. ഓക്കെ ബുദ്ധൻ കളിക്കും. മിന്നുവിന്റെ കിളി 2 കിളി പോയോ? പിന്നു എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറയൂ. അടിപൊളിയായിരുന്നോ? സൂപ്പർ ആയിരുന്നോ? ഒന്നും കൂടി ചെയ്യോ? ഷാനിന് പാടില്ല കൈസ്. ഷാനിന് പനിയുടെ ചെറുതായിട്ടുള്ള ചെറുകിണ്ടകളൊക്കെ വരുന്നുണ്ട് കൈസ്. പക്ഷെ വണ്ടി ഓടിക്കാൻ കിട്ടിയതോടുകൂടി ഷാനിന്റെ എല്ലാ പനിയും പോയി കൈസ്. എന്താണ്
കൂട്ടരുത്, വെറുപ്പിക്കണം. നമ്മുടെ അങ്ങോട്ടേക്ക് പോകണ വഴിയാണ് ഇതൊക്കെ. ഓഫ് റോഡ് സ്റ്റാർട്ട്സ് ഹിയർ നോക്കിക്കിട്ട്. അപ്പം നമ്മൾ കുളു എത്തിയപ്പോൾ നമ്മളിവിടെ റിവർ ഡ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വഞ്ചറസ് സ്ഥലത്ത് നിർത്തിക്കാണ്ട് ഗൈസ്. ഒരു ഗൈസ് കണ്ടോ, ഇത് ഓരോ കിലോമീറ്റർ വയസ്സാണ് നമുക്ക് ഇത് കൊടുക്കേണ്ടത് കേട്ടോ. 3 കിലോമീറ്റർ, 7 കിലോമീറ്റർ, 5 കിലോമീറ്റർ അങ്ങനെ. അപ്പോൾ അതിനനുസരിച്ച് പെർ പേഴ്സൺ ആയിരിക്കും ക്യാഷ് വരുന്നത്. എന്നാലും ഇവർ പറയണത് പ്രിഫറബിൾ ആയിട്ടുള്ളത് ലോങ് ഡിസ്റ്റൻസ് എടുക്കാനായിരുന്നു. ഷാനു എന്നെ അവിടെ വന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ സൈറ്റ് അടിക്കുന്നു ഗൈസ്. റിവർ ഡ്രാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കണ്ടോ നമ്മുടെ സമ്മതപത്രം. സീരിയൽ നമ്പർ എത്ര എനിക്കറിയില്ല. ഡേറ്റ് എത്രാം തീയതിയാ? 10-ാം തീയതിയാ? ഇന്ന് 10 അല്ലേ? അപ്പൊ ഞങ്ങള് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിട്ടോ. ഞങ്ങളെല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ആക്കിട്ടോ ഗൈസ്. അയ്യോ, ഞാനൊന്നും മാത്രം ചേഞ്ച് ആക്കിയിട്ടില്ല. അപ്പം നമുക്ക് വണ്ടി വന്നിട്ടുണ്ട്. നമ്മള് ലേഡീസൊക്കെ ഫ്രണ്ടിലിരിക്കും. നമ്മൾ ഇങ്ങോട്ടേക്കാട്ടോ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കൂടെ കുറച്ച് വേറെ 2 കപ്പിൾസും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ മഞ്ഞൾ കളിച്ചിട്ട് ഭയങ്കര മേൽവേദന. അപ്പൊ ഞങ്ങളെല്ലാരും റെഡിയായി ഗൈസ്. സോനക്ക് മാത്രം ഹെൽമെറ്റ് ഇല്ല ഗൈസ്. इसका नाम है ब्यास और मेरा नाम है अभिषेक और आपके स्टार्ट पॉइंट का नाम है बबेली. इस प्लेस का नाम है बबेली. ओके, आपका एंड पॉइंट रहेगा वैष्णो टेम्पल के पास. और ये आपका बोट है. बोट का फ्रंट साइड एंड बैक साइड. मैं बैठूंगा बैक साइड पे. पूरा बोट बैक साइड से कंट्रोल होता है और आपने फ्रंट में बैठना होता है बैलेंस मेंटेन करके, क्योंकि पूरा बोट के अंदर हवा भरा हो रहता है तो ये बैलेंस के ऊपर चलता है. तो आप वेट के अकॉर्डिंग हैवी वेट फ्रंट में लेफ्ट और राइट में चैम्बर के ऊपर बैठना है. आउटसाइड बाहर वाले पार्ट को बोलते हैं चैम्बर. बीच में क्रॉस ट्यूब, नीचे फ्लोर रहता है. तो आपने बैठना चैम्बर के ऊपर. क्रॉस ट्यूब के ऊपर वेट नहीं, क्योंकि क्रॉस ट्यूब स्टेशन के लिए रहता है. अभी फोन बंद कर लो. साइड बैठेगा. राइट लेग लॉक फ्रंट साइड, लेफ्ट लेग लॉक बैक साइड. ओके, लेफ्ट हैंड होल्ड मिडल रोप, राइट हैंड से लाइफ लाइन होल्ड करो. ओके, सेम पोजीशन. सेकंड नंबर പേടിച്ചിട്ടാണ് ഗൈസ്. लेफ्ट साइड बैठेगा. लेफ्ट हैंड होल्ड आउटसाइड लॉक, राइट हैंड से मिडल रोप होल्ड करोगे. लेफ्ट लेग फ्रंट पे लॉक, राइट लेग बैक साइड लॉक. ये जो मिडल रोप है आप 6 के 6 मेंबर. ठीक है. नॉर्मली अगर स्विमिंग आता है तो स्विमिंग कर सकते हो, बट इस वाटर में आप स्विमिंग नहीं कर पाओगे. इसमें आप रॉक्स को भी होल्ड कर सकते हो या फिर वाइट वाटर पोजीशन. माउथ अप साइड, लेग डाउन साइड. ऐसे हाथ फैला के बैठो. लाइफ जैकेट, यस, लाइफ जैकेट इजीली फ्लोट करता है आपको. ओके, और उसमें में बोट भी आ जाता है तो बोट का लाइफ लाइन पकड़ा है. तुम्हारे पास थ्रो बैग रहता है, फ्लोटिंग रोप. तो आपको स्विमिंग जाके थ्रो बैग थ्रो करेगा तो नॉर्मली थ्रो बैग. നല്ല തണുപ്പാണ് ഗൈസ്. ഫോൺ എടുക്കരുതെന്നാണ് എന്നോട് പറഞ്ഞത്, പക്ഷെ ഞാൻ ഫോൺ എടുത്തു. കട്ട് റോഡിലേക്ക് പോകണം. നോക്ക്, പനിയാണ്. ഗൈസ്,
ഞങ്ങൾ ഐസും കട്ടയായി ഗൈസ്. കുരവ വേണം. ഹൈ ഹൈ. ഗൈസ് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടേക്കാട്ടോ. എനിക്ക് എന്തിന്റെ കേറായിരുന്നു ഗൈസ്. ഞങ്ങൾ വീട് ഗൈസ്. അത്ര മതി. തണുത്ത് വിറച്ചു ഗൈസ് ഞങ്ങള് തിരിച്ചു വന്നിട്ട് കാലൊക്കെ ഐസും കട്ടി ഐസായി ഗൈസ്. അപ്പൊ അത് തണുപ്പിക്കാം. കണ്ടോ എല്ലാവരും ഗൈസ്. ഒരു ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓടിപ്പോയി ഗൈസ്. नाम बोलो. नाम क्या है ना? Saisha. Which standard you are studying? United. Wow. ले लो. थैंक यू. एक को होगा. ऐसे गाना तू वॉश कर लो. अब वॉश करना है पहला. वॉश करना भाई. वो पागल है. ये डिसअपॉइंटेड आई. वाह उണ്ടോ. वाश भी नहीं किया. आराम से वो गिर गए थे ना. വാഷ് ചെയ്ത് കൊടുക്കാനായിട്ട് പാപ്പാനോട് പറയുന്നത്. ആപ്പിള് ഞങ്ങൾക്കൊരു ആപ്പിള് കൊണ്ടു തന്നിട്ടോ. എന്നിട്ട് അവളുടെ ആപ്പിള് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. मैं तो वॉश ही किया. അപ്പം നമ്മൾ തിരിച്ചു വന്നേക്കാം കേട്ടോ. തിരിച്ചു വന്നിട്ട് ഞങ്ങൾ വേറൊരു ലൊക്കേഷനിലോട്ട് പോകാം കേട്ടോ. ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ ഇവിടെ അല്ല. ഞങ്ങൾ തിരിച്ച് രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ രാവിലെ ഇവിടെ ബാഗൊക്കെ വെച്ചിട്ടാണ് പോയിരുന്നത്. ഞങ്ങൾ തിരിച്ച് കുളൂന്ന് വന്ന് നമ്മൾ ഇവിടുന്ന് ബാഗൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോകുവാണ്. നമ്മുടെ പുതിയ പ്രോപ്പർട്ടിക്ക് പോവുകയാണ് ഗൈസ്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയില്ല. ജെസിലും മമ്മിയും പോയിട്ട് ഞങ്ങളുടെ ബാഗ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാറുണ്ട് ഗൈസ്. പാവം ജെസിൽ ഗൈസ്. അപ്പം നമ്മൾ നേരെ നമ്മുടെ പുതിയ ഇന്ന് നിൽക്കാൻ പോണ പ്രോപ്പർട്ടിക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ ഫ്രണ്ട് സിറ്റിയിൽ തന്നെ. ഷാനിയാണ് നമ്മുടെ പ്രോ ഡ്രൈവർ. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ പോണ ഗൈസ്. ഇവിടെ ചെറിയൊരു തോതിൽ മഞ്ഞൊക്കെ ഉണ്ട്. ഞങ്ങളുടെ യാത്രയിൽ തടസ്സമുണ്ട് ഗൈസ്. കേൾട്ടൺ അല്ലടാ, ഏതാട്ടോ മാറൂലെന്ന് പറയാണ് ഗൈസ്.
നമ്മൾ ഇവിടെ വരെ വണ്ടി പോകുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി അവിടെ നടക്കണം. നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബാഗൊക്കെ എടുത്ത് നമ്മൾ നടക്കാൻ പോകണം ഗൈസ്. നല്ല ഇരുട്ടാണ് ഗൈസ്. ഫുൾ മഞ്ഞാണ് ഗൈസ്. അവിടെയൊക്കെ ഉണ്ട് കണ്ടോ ഗൈസ്. അപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു മേലെ കയറി വന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കേണ്ടത് ഫുഡ് കഴിക്കുക. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ട്രീറ്റാട്ടോ. ഇഷ്ടമുള്ള പോലെ കഴിക്കാൻ എല്ലാ സാധനവും മേലെ കൊടുന്ന് വെച്ചേക്കാം. അത് കഴിക്കല്. അപ്പം ഞാൻ ഉറങ്ങാൻ പോണു ഗൈസ്.